ആ ഹെൽമെറ്റ് ഒന്ന് എടുക്ക്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിന്റെ മുഖമാണോ എന്ന് നോക്കട്ടെ. ഇത് ഞാനല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? അതൊരു ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ വല്ലാത്തൊരു ചോദ്യം. രണ്ട് വരിയിലത് പറഞ്ഞാ തീരൂല. വല്ലാത്തൊരു ചോദ്യം. ഇമാതിരി ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറയത്തുള്ളൂ. അതൊരു പണി ബിന്നിക്ക് ഏത് രീതിയിൽ എഫക്ട് ചെയ്തു? ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലോ. അതിപ്പോ ബിഗ് ബോസ് എനിക്ക് മറ്റേ കിറ്റ് തരാൻ മറന്നുപോയി, ബ്രഷും ഇതൊക്കെയുള്ള. അപ്പൊ 2 ദിവസം ഞാൻ പല്ല് തേക്കാനായിട്ട് ബ്രഷ് ഇല്ലാണ്ട്. എന്നിട്ട് എന്താ പല്ല് വെച്ചില്ലേ? പല്ല് തേച്ചു, കൈ വെച്ചിട്ട് ഞാൻ 2 ദിവസം മാനേജ് ചെയ്തു. ഭയങ്കരമായ ആള്. ഈ കാലഘട്ടത്തിൽ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ എന്തോ ഇതിലും വലിയ ഒന്നും വരാനില്ല എന്ന് ഞാൻ പറയും. കാരണം എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ബിന്നി ഇന്ന് എവിക്റ്റ് ആവുന്നു ബിന്നി വിചാരിച്ചിരുന്നു? ആരോടൊക്കെയോ പറയുന്നത് വൈ കഴിഞ്ഞ ആഴ്ച അത്ര മോശമായിരുന്നു. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. ബിന്നിക്ക് PR ഉണ്ടോ? എനിക്ക് PR ഞാൻ കൊടുത്തിട്ടല്ല വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് PR കൊടുക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന PR-നെ പറ്റി പറഞ്ഞ എപ്പിസോഡില് ബിന്നി ഭയങ്കര ഇമോഷണൽ ആയി, ഓൾമോസ്റ്റ് ഇങ്ങനെ പൊട്ടി. ഫ്ലാഷ് ബാക്ക്. നമ്മൾ എഫേർട്ട് ഇട്ട് കളിക്കുമ്പോൾ കുറച്ച് പേര് PR ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ ഇമോഷണൽ ആണ്. എനിക്കറിയില്ല, ലൈക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആദ്യം അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. ഇതൊന്നും കണ്ട് മോള് സുഖിക്കണ്ട. നീ നോക്കിക്കോ, ബാലറ്റ് പെട്ടി പൊട്ടുമ്പോ നീ കരയും. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഇവൻ അനുമോൾ ഇന്നലെ പറഞ്ഞു അനുമോളിന് PR ഇല്ല, 16 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വീടിന്റെ ലോൺ അടച്ചു തീർക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു പോയിന്റ് അല്ലടോ. എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. അത് മൈക്ക് മാറ്റിയിട്ടായാലും എന്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞ കാര്യമല്ല. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. കാണുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട്. നമ്മൾ ഇത്രയും ഓരോ ടാസ്ക് വരുമ്പോഴും മരിച്ചു നിന്നാ ചെയ്യുന്നത്. അമ്മച്ചി രാവിലെ തമാശ അടിക്കുകയാണ് ആണെങ്കിൽ പറയണം, ഞാൻ ചിരിക്കാം. പണ്ട് ഇത്രയും സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല. അപ്പോ പണ്ടത്തെ സീസൺസ് ഒക്കെ തുടക്കുമായിരുന്നു. ഇപ്പൊ എല്ലാരും എല്ലാം പഠിച്ചു വന്നു. ബിന്നി പറഞ്ഞു വരുന്നത് എന്താ PR കൊടുത്തിട്ട് പറഞ്ഞത്? അല്ല, PR ഇപ്പൊ ഇറങ്ങുമ്പോ ബിന്നി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് തോന്നുന്നു അദ്ല നൂറിന്റെ അടുത്ത് പോയിട്ടാണ് എനിക്ക് പറ്റിയതുപോലെ പറ്റരുത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഞാൻ പറഞ്ഞേ, നോമിനേഷൻ വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ ഞാൻ എന്താ പറയാ, ചിലപ്പം ചാൻസസ് ഉണ്ട്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. മറ്റേ ജയിലിൽ കിടക്കുമ്പോൾ വാഷ്റൂമിൽ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ നല്ല എന്ന് പറഞ്ഞ വാഷ്റൂമിൽ ഇൻ എ ഫണ്ണി വേ ദാറ്റ് ഇസ് റൈറ്റ്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. ബട്ട് അത് കുറച്ച് ഐ തിങ്ക് ഇറ്റ് വെൻ ലിറ്റിൽ ഓവർബോർഡ്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തുറന്നു വിടണമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. ഞാൻ തുറന്നു കൊടുക്കണമല്ലോ, ഞാനാണല്ലോ ക്യാപ്റ്റൻ. അപ്പൊ ആ ഒരു അവസരം മുതലെടുക്കാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ തിരിച്ചു ചെന്നിട്ട് ഞാൻ തമാശ രീതിയിൽ തന്നെ പറഞ്ഞത്. ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ, അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. സ്റ്റിൽ ഞാൻ പറഞ്ഞു, ക്യാപ്റ്റൻ സൂപ്പറാന്ന് പറ, അപ്പൊ തുറക്കാന്ന് പറഞ്ഞു. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ? കണ്ടിട്ടുണ്ട്. അതെന്ത് ഗെയിമാന്ന് എനിക്ക് ഒരു ചേട്ടച്ചൻ കളിക്കുന്നതായിരിക്കും. ചേട്ടച്ചൻ കളിക്കുന്നതിലൊരു വാത്സല്യാണുള്ളത്, അല്ലാതെ അടിച്ചമർത്തലല്ല. അല്ലല്ല, സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് അർജന്റ് ആണ്, കാരണം ഞാൻ ഇങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അറിയാലോ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ തുറന്നു കൊടുത്തേനെ. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ മണ്ടാക്ക. ഈ കുത്തിത്തിരിപ്പ് എന്നുള്ള ഒരു പേര് കിട്ടിയല്ലോ, അവന്റെ മാസ്റ്റർ പീസാണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. പുറത്തുനിന്ന് വന്ന ഗസ്റ്റുകളായാലും അത് ഇടയ്ക്കിട്ട് എന്നെ ഒന്ന് കുത്തിയായിരുന്നു. അത് ഇട്ടിട്ട് എല്ലാരും കുത്തുന്നുണ്ട്, ചകപക കുത്തുന്നുണ്ട്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. പക്ഷെ ഇനീഷ്യലി ഞാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം അല്ലല്ല, എന്തായാലും ബിഗ് ബോസ് വരുമ്പോൾ ചീത്തപ്പേര് കിട്ടും. അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. മാറി നിന്ന് ഒരു ആൾക്കാരോട് എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ചു നേരം വേറൊരു ആൾക്കാരോട് എന്തെങ്കിലും സംസാരിച്ചാലോ ഇവരെല്ലാം വിചാരിക്കും ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്ന്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്
ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ആയിട്ടുണ്ട്. എവിടെയൊക്കെയോ കുത്തിരിപ്പുണ്ടെന്ന് വർക്ക് ആയത് എങ്ങനെയാന്ന് വെച്ചാൽ മറ്റേ റെനയുടെ ഇഷ്യൂ, റെന ആര്യൻ ഇഷ്യൂ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അത് റെന പോയി കിടന്നിട്ട് ബിന്നിയാണ് കുത്തി കൊണ്ടുവന്നത്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ബേബി ഹൗസില് ക്യൂട്ട്നെസ് മാരി ഉത്തരം ജീവിക്കുന്നത് ആരാ? എന്ത് ചോദ്യം എന്റെ അഞ്ജന. പോരട്ടെ 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 പോരട്ടെ. ഇല്ലേ അങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ? അങ്ങനെ ഒരാളുണ്ട്. നമ്മളിത് ഒരുപാട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞു ഒബിയസ് അല്ലേ എന്നുള്ളത്, അനുമോളാണെന്നുള്ളത്. അങ്ങനെ വാരി വിതറുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അനുമോള് തന്നെയാണ്. അല്ലാതെ ആരും വാരി വിതറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഹൃദയപൂർവ്വം മോഹൻലാൽ. ഇതിലും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടാനില്ല. ഐ എം സോ ഹാപ്പി. എനിക്ക് കപ്പ് കിട്ടിയ സന്തോഷം തന്നെ. കരയടാ, ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.